കേരളം ഉറ്റുനോക്കുന്ന ആ സുപ്രധാന പ്രഖ്യാപനത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. UDFിൻ്റെ ഐതിഹാസിക വിജയത്തിന് ശേഷം ഭരണത്തിലേറാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് സജീവമായി നടക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാണക്കാട്ടേക്കാണ്. മുസ്ലിം ലീഗ് അവിടെ അടിയന്തരമായ ഒരു യോഗം വിളിച്ചു കഴിഞ്ഞു. UDF യോഗത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ഒരു മുന്നണി പ്രശ്നമായല്ല, മറിച്ച് ജനാധിപത്യപരമായ ഒരു മാന്യതയായാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രി തന്നെയാണോ ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഈ നീക്കം. കോൺഗ്രസ് തങ്ങളുടെ നേതാവിനെ പ്രഖ്യാപിച്ച ശേഷം മാത്രം UDF യോഗത്തിലേക്ക് എത്താമെന്ന ഉറച്ച നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം വന്നാലുടൻ പാണക്കാട്ട് യോഗം ചേർന്ന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ അവർ അറിയിക്കും. തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതിനോടകം തന്നെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഗവർണർ ഇന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾക്കിടയിലാണ് സണ്ണി ജോസഫിൻ്റെ ഫോൺ കോൾ ലോക് ഭവനിലേക്ക് എത്തിയത്. ഡൽഹിയിലുള്ള പ്രമുഖ നേതാക്കൾ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. യഥാർത്ഥത്തിൽ രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം വൈകുന്നേരം 4 മണിയിലേക്ക് മാറ്റാൻ കാരണം മുതിർന്ന നേതാവ് AK ആൻ്റണിയെ തേടിയെത്തിയ ഹൈക്കമാൻഡിൻ്റെ ആ ഫോൺ കോൾ തന്നെയാണ്. AK ആൻ്റണിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ആലോചനകൾക്കായി യോഗം വൈകുന്നേരത്തേക്ക് മാറ്റുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് നേതാക്കൾ നേരെ എത്തുക കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലേക്കായിരിക്കും. അവിടെ വെച്ച് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇതിന് പിന്നാലെ UDF നേതാക്കൾക്കൊപ്പം ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനങ്ങൾ ഓരോ ക്യാമ്പുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആരാണ് മുഖ്യമന്ത്രി എന്ന് അവരവരെ അറിയിക്കുന്ന ഒരു പതിവ് രീതി ഇത്തവണയും കോൺഗ്രസ് പിന്തുടരുന്നു. ഇതിൻ്റെ ഭാഗമായി KC വേണുഗോപാലിനെ തേടി രാഹുൽ ഗാന്ധിയുടെ ഫോൺ കോൾ എത്തിയതായാണ് സൂചനകൾ. വൈകാതെ തന്നെ രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഹൈക്കമാൻഡ് ബന്ധപ്പെടാൻ പോവുകയാണ്. തൻ്റെ പേര് പരിഗണനയിലുണ്ട് എന്ന സൂചനകൾക്കിടയിലും അതീവ ജാഗ്രതയിലാണ് KC വേണുഗോപാൽ. അമിതമായ ആഘോഷങ്ങൾ ഇപ്പോൾ വേണ്ടെന്നും ഒന്നും അതിരുകടക്കരുത് എന്നും അദ്ദേഹം പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ 3 നേതാക്കളുടെയും ക്യാമ്പുകളിൽ ഇപ്പോൾ സമാനതകളില്ലാത്ത ആകാംക്ഷയാണ് നിറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസത്തേക്കാൾ ഇരട്ടി ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ. ഈ നിർണായക തീരുമാനത്തിന് പിന്നിൽ മുതിർന്ന നേതാവ് AK ആൻ്റണിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ വലിയ പങ്കുവഹിച്ചു എന്നാണ് അറിയുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ MLA മാരുടെയും അഭിപ്രായം തേടിയെങ്കിലും അന്തിമമായി AK ആൻ്റണിയുടെ രാഷ്ട്രീയ പരിചയത്തിലാണ് ഹൈക്കമാൻഡ് വിശ്വാസമർപ്പിച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സമവായ ഫോർമുലയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. പ്രഖ്യാപനം ഡൽഹിയിൽ വെച്ച് നടത്താതെ കേരളത്തിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കണമെന്ന ആൻ്റണിയുടെ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയെ മുദ്രവെച്ച കവറുമായി തിരുവനന്തപുരത്തേക്ക് അയക്കാൻ തീരുമാനിച്ചത്. 10 ദിവസത്തെ നീണ്ട ചർച്ചകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ പോകുന്ന ആ പുതിയ നായകൻ ആരാണെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മുന്നിലെത്തും. ഐക്യമുന്നണിയുടെ കെട്ടുറപ്പോടെയുള്ള ഈ പുതിയ തുടക്കം കേരളത്തിൻ്റെ വികസന കുതിപ്പിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. നമുക്ക് ആ വലിയ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം.